Hi friends, once again, welcome back to my channel. Today we are going to learn how to speak about a full day in simple English. As I read, please read along with me and repeat it again and again. ഞാനിത് വായിക്കാൻ പോവാണ്. ഞാനത് വായിക്കുമ്പോൾ എൻ്റെ കൂടെ വായിക്കണം. റിപ്പീറ്റ് ചെയ്ത് ഇന്ന് ഈ സെൻറ്റൻസസ് വായിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇംഗ്ലീഷ് കെയർഫുള്ളി ലിസൺ ചെയ്യ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാനായിട്ട് പഠിക്കാനാണ്. I woke up early in the morning. I brushed my teeth and washed my face. Then I drank some water and did a little exercise. After that, I took a bath and got ready. I woke up എന്ന് പറയുന്നത് ഐ വേക്കപ്പ് നമുക്കറിയാം അല്ലേ? ഞാൻ എഴുന്നേൽക്കുക എന്നതിൻ്റെ വാക്കാണ് വേക്കപ്പ്. അപ്പം ഞാനിവിടെ എൻ്റെ ഈ ഒരു ദിവസത്തെ നരേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ വേക്കപ്പ് എന്നുള്ളത് വോക്കപ്പ് ആകും. കഴിഞ്ഞു പോയതാണ്. ഞാൻ എഴുന്നേറ്റു. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക, വോക്കപ്പ് എഴുന്നേറ്റു. അതിനുശേഷം ബ്രഷ് എന്ന് പറയുന്നത് പല്ല് തേക്കുക എന്നതാണ്. ബ്രഷ്ഡ് മൈ ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് തേച്ചു, ബ്രഷ്ഡ്. വാഷ് എന്ന് പറയുന്നത് കഴുകുക. വാഷ്ഡ് മൈ ഫേസ്, എൻ്റെ മുഖം ഞാൻ കഴുകി എന്ന് പറയുമ്പോൾ വാഷ്ഡ്. ദെൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം, പിന്നെ എന്ന് പറയുന്നതിന് ദെൻ എന്ന് പറയാം. ഐ ഡ്രിങ്ക് എന്ന് പറയുന്നത് കുടിക്കുക. ഡ്രാങ്ക് കുടിച്ചു, ഞാൻ കുടിച്ചു. സം വാട്ടർ കുറച്ച് വെള്ളം. ആൻഡ് ഡിഡ് എ ലിറ്റിൽ എക്സസൈസ് ചെയ്തു എന്നതിന് എ ലിറ്റിൽ എക്സസൈസ്. ഓക്കെ, ആൻഡ് ഡിഡ് കണ്ടോ, ആൻഡ് ഡിഡ് എ ലിറ്റിൽ എക്സസൈസ് ചെയ്തു കഴിഞ്ഞുപോയി. അതിനാണ് ഡിഡ് എന്ന പദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ്, നമ്മൾ നേരത്തെ ദെൻ എന്ന് വെച്ചു, ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുന്നു. എപ്പോഴും ദെൻ പിന്നെ എന്ന് നമ്മൾ പറയുന്നതിന് പകരം അതിന് ശേഷം, പിന്നെ. ഓക്കെ, അങ്ങനെ ഓരോ പദങ്ങൾ നമ്മൾ മാറ്റി ഉപയോഗിക്കുന്നതാണ്. ഐ ടുക്ക് എ ബാത്ത്. ടുക്ക് എന്ന് പറയുന്നത് ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ കുളിച്ചു എന്ന് പറയാനാണ്. അപ്പോൾ ഐ ടുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. ആൻഡ് ഗോട്ട് റെഡി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഗെറ്റ് റെഡി. ഗോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയി, അതിനെയാണ് ഗോട്ട് റെഡി എന്ന് പറയുന്നത്. ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ദെൻ ഐ വെൻറ്റ് ടു വർക്ക്. ഐ ഡിഡ് മൈ വർക്ക് and talked with my colleagues. I had my lunch in the afternoon. I ate എന്ന് പറയുന്നത് കഴിഞ്ഞു പോയി. ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എയ്റ്റ്. ഡ്രിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രാങ്ക്. ബ്രേക്ക്ഫാസ്റ്റ് എന്നത് രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ്. ആൻഡ് ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ, ഇവിടെ ആൻഡ് ഉപയോഗിക്കുന്നത് രണ്ടും ഭക്ഷണങ്ങൾ തന്നെയാണ് അല്ലേ? അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ഒരു കപ്പ് ചായ കുടിക്കുകയും
ചെയ്തു. ആ ഒരു എന്നുള്ള വാക്കിനെയാണ് ഇവിടെ ആൻഡ് എന്നുള്ള പദം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മളിനി അടുത്തൊരു കാര്യം പറയുമ്പോൾ ദെൻ എന്ന പദം ഉപയോഗിക്കുക. പിന്നെ ദെൻ ഐ വെൻറ്റ് ടു വർക്ക്. ഐ ഗോ ടു വർക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. ഗോ എന്ന് പറയുന്നത് പോവുക, വെൻറ്റ് പോയി. അതിനുശേഷം ഐ ഡിഡ് മൈ വർക്ക്. ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞു പോയി. ഡു എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. ടോക്ക്ഡ് വിത്ത് മൈ കലീഗ്സ്. ടോക്ക് എന്ന് പറയുന്നത് സംസാരിച്ചു, ടോക്ക്ഡ് സംസാരിക്കുക, സംസാരിച്ചു. ഓക്കെ. നേരത്തെ ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും നമ്മൾ ആ ഒരു പദം എടുത്ത് പറയാതിരിക്കാനാണ് ഐ ഹാഡ് മൈ ലഞ്ച്. കണ്ടോ, രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. ഐ എയ്റ്റ് ഞാൻ കഴിച്ചു, ഐ ഹാഡ് പിന്നെയും പറയുന്നതാണ് ഐ ഹാഡ് മൈ ലഞ്ച്. ലഞ്ച് എന്ന് പറയുന്നത് ഉച്ചഭക്ഷണമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നതാണ് ഐ ഹാഡ് മൈ ലഞ്ച്. ഇവിടെ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഐ എയ്റ്റ് എന്ന് പറയുന്നതും ഐ ഹാഡ് എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ് ഇവിടെ വരുന്നത്. പക്ഷേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരേ കാര്യം പറയാതിരിക്കാനായിട്ട് രണ്ട് വ്യത്യസ്ത വാക്കുകളാൽ ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഐ എയ്റ്റ് മൈ ലഞ്ച്, ഐ ഹാഡ് ലഞ്ച്, രണ്ടും പറയാം. ഓക്കെ. ഇൻ ദ ഈവനിങ് ഐ കെയിം ബാക്ക് ഹോം. I took some rest and spent time with my family. I watched TV and used my phone for some time. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്. ഓക്കെ. അപ്പോൾ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഇങ്ങനെയുള്ള പദങ്ങൾ വരുമ്പോൾ ഇൻ ദ യൂസ് ചെയ്യണം. ഐ കെയിം ബാക്ക്, ഐ കം ബാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം. കം എന്ന് പറയുമ്പോൾ വരിക, കെയിം വന്നു. ബാക്ക് ഹോം വീട്ടിലോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരിക എന്നതിനെയാണ് ബാക്ക് ഹോം എന്ന് പറയുന്നത്. ഐ ടുക്ക് സം റെസ്റ്റ്, വിശ്രമിച്ചു എന്നതിനെ റെസ്റ്റ് എന്നാണ് പറയുന്നത്. കുറച്ച് റെസ്റ്റ് എടുത്തു എന്ന് പറയുന്നത് ടേക്ക് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. സ്പെൻഡ് ടൈം, ഇവിടെ സ്പെൻഡ് എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസിൽ സ്പെൻഡ് SPEND ആണ് വരുന്നത്. ഇവിടെ ടി ആണ് വയ്ക്കുന്നത്. രണ്ടും പ്രനൗൺസ് ചെയ്യുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിൽ സ്പെല്ലിങ്ങിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ ഫാമിലിയുടെ കൂടെ സമയം ചിലവഴിച്ചു. ആ കൂടെ എന്നുള്ള വാക്കിനെയാണ് വിത്ത് എന്ന് പറയുന്നത്. സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി, എൻ്റെ ഫാമിലിയുടെ കൂടെ സമയം ചിലവഴിച്ചു. സ്പെൻഡ് ടൈം. ഐ വാച്ച്ഡ് TV. വാച്ച് എന്ന് പറയുന്നത് കണ്ടു, കാണുക, വാച്ച് ചെയ്യാന്ന് പറയില്ലേ. ഇവിടെ വാച്ച്ഡ് അത് പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് യൂസ്ഡ് മൈ ഫോൺ, യൂസ് എന്ന് പറയുന്നത് നിലവിൽ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, യൂസ്ഡ്. അറ്റ് നൈറ്റ് ഐ ഹാഡ് മൈ ഡിന്നർ. ദെൻ ഐ പ്രിപ്പയർഡ് ഫോർ ദ നെക്സ്റ്റ് ഡേ. ഫൈനലി ഐ വെൻറ്റ് ടു ബെഡ് ആൻഡ് സ്ലെപ്റ്റ് പീസ്ഫുള്ളി. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, അറ്റ് നൈറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ നൈറ്റിൽ അറ്റാണ് വരുന്നത്. ശേഷം ഐ ഹാഡ് മൈ ഡിന്നർ. ഹാഡ് ഇവിടെ ഉപയോഗിക്കാൻ കാരണം ഡിന്നർ കഴിച്ചു എന്ന് പറയുന്നതാണ് ഹാഡ്. ഐ ഹാഡ് ലഞ്ച്, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്,
ഐ ഹാഡ് ഡിന്നർ. ഓക്കെ, ഡിന്നർ എന്നത് രാത്രിയിലെ ഭക്ഷണമാണ്. അതിനുശേഷം ദെൻ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഐ പ്രിപ്പയർഡ് ഫോർ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസത്തിനായിട്ട് പ്രിപ്പയർ ചെയ്തു. പ്രിപ്പയറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് പ്രിപ്പയർഡ്. ഫൈനലി, എല്ലാം കഴിയുമ്പോൾ അവസാനത്തെ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ ദെൻ എന്ന് വെക്കേണ്ട കാര്യമില്ല, ഫൈനലി എന്ന് വയ്ക്കാം. കഴിഞ്ഞു അല്ലേ, അവസാനത്തെ സെൻറ്റൻസ് ആവുകയാണ്. ഐ വെൻറ്റ് ടു ബെഡ്. ഗോ എന്നതിൻ്റെ പാസ്റ്റാണ് വെൻറ്റ്. സ്ലെപ്റ്റ് പീസ്ഫുള്ളി. സ്ലീപ്പിൻ്റെ പാസ്റ്റാണ് സ്ലെപ്റ്റ്. പീസ്ഫുള്ളി, സമാധാനമായി. ഇപ്പോൾ വായിച്ച സെൻറ്റൻസസ് നമുക്ക് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇനി വിത്തൗട്ട് എനി എക്സ്പ്ലനേഷൻ ലെറ്റ്സ് റീഡ് ടുഗെദർ. I woke up early in the morning. I brushed my teeth and washed my face. Then I drank some water and did a little exercise. After that, I took a bath and got ready. I ate my breakfast and drank a cup of tea. Then I went to work. I did my work and talked with my colleagues. I had my lunch in the afternoon. In the evening, I came back home. I took some rest and spent time with my family. I watched TV and used my phone for some time. At night, I had my dinner. Then I prepared for the next day. Finally, I went to bed and slept peacefully. Now, let's take step-by-step practice. I woke up. I woke up early. Next sentence. I went to work. I went to work in the morning. Next sentence. I came home. I came home in the evening. For morning, I woke up, brushed, ate. മോർണിംഗ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലത്തെ റൂട്ടീനെ കുറിച്ച് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഐ വോക്കപ്പ്, ബ്രഷ്ഡ്, എയ്റ്റ്. ആഫ്റ്റർനൂൺ ഐ വർക്ക്ഡ്, എയ്റ്റ് ലഞ്ച്. ഈവനിങ് ഐ കെയിം ഹോം, റിലാക്സ്ഡ്. Night, I ate dinner, slept. Now, dear friends, try changing words to make your own version. School, college, instead of work. Work എന്ന് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ സ്കൂൾ, കോളേജ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാം. ബസ്, ബൈക്ക്, വാക്ക്. നിങ്ങൾക്ക് സെൻറ്റൻസസ് കൂട്ടാനും സെൻറ്റൻസസിൽ മാറ്റം വരുത്താനായിട്ട് ബസ് അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ നടക്കാൻ വാക്ക് എന്നീ വാക്കുകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. സ്റ്റഡി, പ്ലേ, കുക്ക്. ഇനിയും നിങ്ങൾക്ക് സെൻറ്റൻസസ് ഒന്നെങ്കിൽ സ്റ്റഡി, പഠിക്കുന്നവരാണെങ്കിൽ സ്റ്റഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ വയ്ക്കാം, അല്ലെങ്കിൽ കുക്ക് ചെയ്തു എന്ന് വയ്ക്കാം. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസസിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം സ്വന്തമായിട്ട്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഈ പറഞ്ഞ ഏതെങ്കിലും
ഒരു വേർഡ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് സ്വന്തമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇന്നത്തെ ഒരു ഹോംവർക്കായിട്ട് ഇതിരിക്കട്ടെ. അതുപോലെ ഡെയിലി റൂട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിച്ചിരിക്കുക എന്നത്. സോ യു ലേൺ ഇറ്റ് ആൻഡ് പ്രാക്ടീസ് ഇറ്റ് ടുഡേ. ഓക്കെ, 30 ഡേയ്സ് ഓഫ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചാലഞ്ചിൻ്റെ 12th ഡേ ആണ് നമ്മളിന്ന് ചെയ്തത്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ ഡു വെൽ, ഡു വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ ഗെറ്റ് സക്സീഡ്. Okay, so thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.